നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡ് പോകുന്നൊരു പ്രതീതിയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. വീടാണെങ്കിലും ഇവിടുത്തെ റോഡാണെങ്കിലും. ഞങ്ങളിടയ്ക്കൊരു ബ്യൂട്ടിഫുൾ സ്പോട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ഇതാണ് ആ സ്പോട്ട്. ഇങ്ങനെ ഞാൻ വിഷം മാറി ഗൈസ്. അതിമനോഹരമാണ് ഈ ഫോർട്ട് വില്യംസിൽ നിന്ന് ഗ്ലാസ്ഗോയിലേക്കുള്ള യാത്ര. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമാണ്. ഞാൻ വന്നോ പോയി. സമ്മർ ഇൻ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന ഈ വ്ലോഗിംഗ് സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കോട്ട്ലൻഡിലെ ഫോർട്ട് വില്യംസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ക്യാരവൻ പാർക്കുകൾ ഉണ്ട്. അതായത് നമ്മൾ ടെമ്പററി ആയിട്ട് നിർമ്മിക്കുന്ന വീടുകളുണ്ട്. ആ വീട്ടിലെ ഒരു ഫ്ലാറ്റ് പോലത്തെ ഒരു 3 BHK പോലത്തെ ഒരു ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. ഇന്നലെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ദൂരെ മലയാളം കാണാം. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ബ്രെഡ് ഓംലെറ്റാണ് കഴിക്കുന്നത്. ബ്രെഡ് ഓംലെറ്റിൻ്റെ പ്രിപ്പറേഷനിലാണ് മിസ്റ്റർ സൂരജ് കൃഷ്ണകുമാർ. ഇതാണ് ഇവിടുത്തെ ഒരു പശുത്തോട്ടം. നമ്മളുള്ളത് ഫോർട്ട് വില്യംസിലാണ്. അത് സ്കോട്ട്ലൻഡിൻ്റെ തന്നെ ഒരു ഫിഷിംഗ് വില്ലേജാണ്. അത് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ വില്ലേജാണ്. ഇവിടുത്തെ ആകെ പോപ്പുലേഷൻ 460 മാത്രമാണ്. ഇവിടെ മനുഷ്യന്മാരെക്കാളും കൂടുതൽ പശുക്കളാണ് എല്ലാവരും. ഇവിടെ നോക്കിയാലും ഒരുപാട് പുൽമൈതാനങ്ങളും പശു നെയ്യുന്നത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. മനുഷ്യരെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ആകെ 4-5 കടകൾ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ വില്ലേജാണ്. ഇതാണ് ആക്ച്വലി ഈ ഒരു സ്കോട്ടിഷ് വില്ലേജ്. എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇവിടുത്തെ ഒരു വീടിൻ്റെയൊക്കെ ആർക്കിടെക്ചർ നമ്മൾ ലണ്ടനിലോ അല്ലെങ്കിൽ മാഞ്ചസ്റ്ററിലോ കണ്ട പോലത്തെ അല്ല. ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ചു നേരം പാർക്കിൽ സമയം ചെലവഴിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ചുറ്റും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ വീടുകളെല്ലാം ഒരേ ഡിസൈനാണ്, ഒരേ മാതൃക. അത് യാദൃശ്ചികമല്ല. കാരണം അവിടുത്തെ ഗവൺമെൻറ് ചില പ്ലാനുകൾ വീട്ടുകാർക്ക് വേണ്ടി കൊടുക്കും. അതുപയോഗിച്ച് മാത്രമേ നമുക്ക് വീട് പണിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ വീടുകളും ഒരേപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഈ പാർക്കിന് ചേർന്ന് ചെറിയ ഒരു കാരവൻ സൈറ്റും കൂടി ഉണ്ട്. നമ്മുടെ നാട്ടിൽ അധികം കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. ഇവിടെ ഉള്ള ആളുകൾ രാജ്യത്ത് മൊത്തം കറങ്ങി നടന്ന് കാണുക എന്നുള്ളതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ പോകുന്നവർക്ക് വേണ്ടി താമസിക്കാൻ പറ്റിയൊരു കാരവൻ സൈറ്റാണിത്. അവിടെ വെള്ളവും വെളിച്ചവും ഒക്കെ നമുക്ക് കിട്ടും. അതിന് ചെറിയൊരു ഫീസായിട്ട് അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഗ്രാമത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഗ്രാമത്തിൽ ആകെയുള്ളത് ഞാൻ പറഞ്ഞ പോലെ 420 പേരാണ്. നമ്മുടെ ബാംഗ്ലൂരിലൊരു ഫ്ലാറ്റിൽ അതിലും കൂടുതൽ ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും ഏരിയയിൽ കുറച്ച് ആൾക്കാരെ താമസിക്കുന്നുള്ളൂ. പക്ഷേ വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്, ഇവിടെ ആരെയും പുറത്ത് കാണാൻ സാധിക്കില്ല. എല്ലാം ഒരു നിശബ്ദത പൊതിഞ്ഞ ഒരു അന്തരീക്ഷമാണ് മൊത്തത്തിൽ. അവിടുത്തെ ആ നിശബ്ദതയ്ക്ക് ബദലായിട്ടാണ് ഇവിടുത്തെ കാറ്റിൻ്റെ സൗണ്ടും അല്ലെങ്കിൽ തിരമാലകളുടെ സൗണ്ടും അടിക്കുന്നത്. അധികം തിരക്കില്ല, ആൾക്കാരില്ല. പക്ഷേ കാറ്റിൻ്റെയും തിരമാലകളുടെയും സൗണ്ട് കേട്ടുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഉള്ളത് സ്കോട്ട്ലൻഡിൻ്റെ തന്നെ ഒരു വിജനമായ ഒരു വില്ലേജിലാണ്.
നമ്മൾ നാട്ടിൽ നിന്ന് വന്നവർക്ക് ഇതൊക്കെ നല്ല തണുപ്പാണല്ലോ. അതുപോലെ തന്നെ നല്ല കാറ്റും, കൈയൊക്കെ നല്ല തണുപ്പായിട്ട് എനിക്ക് പിടിക്കാൻ പോലും പറ്റില്ല. ഞാൻ സ്വരിജിനടുത്തേക്ക് യാത്ര എന്തായാലും കൊള്ളാം. അങ്ങനെ ഞാൻ വിഷം മാറി കഴിച്ചു. ഇവിടുത്തെ കാറ്റിന് ഇപ്പോൾ കുഴപ്പമില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ തണുപ്പ് പ്രശ്നമാകും. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ നോക്കുന്നതാണ് നമുക്ക് നല്ലത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പോയത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബാഴ്സലോക്ക് ഫോർട്ട് എന്ന് പറയുന്ന ഒരു ഫോർട്ടിലേക്കാണ്. ഇതൊരു ഫോർട്ടായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഇത് അയൺ ഏജ് കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഫോർട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ സീയുടെ ഒരു വൈഡ് ആംഗിൾ വ്യൂ തന്നെ കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതല്ലാതെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള എവിഡൻസ് ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല. ജസ്റ്റ് ഒരു ഹൈക്കിംഗ് പ്ലേസ് ആയിട്ട് മാത്രം നമുക്ക് കണക്കാക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു മനോഹരമായ ഡെസ്റ്റിനേഷനാണ്. ഇപ്പുറത്തെ സൈഡിൽ കടലും അപ്പുറത്തെ സൈഡിൽ പർവ്വതാനി പോലെ കിടക്കുന്ന പച്ചപ്പും. നമ്മുടെ അടുത്ത യാത്ര സ്കോട്ട്ലൻഡിൻ്റെ തന്നെ ഏറ്റവും തെക്കേ അറ്റമായ മൾ ഓഫ് ഗാൾവേ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു കുന്നുണ്ട്. ഏകദേശം അതിന് അടുത്തായിട്ടാണ് ഈ മൾ ഓഫ് ഗാൾവേ. അങ്ങനെ സ്കോട്ട്ലൻഡിൻ്റെ തന്നെ ഏറ്റവും തെക്കേ അറ്റത്തേക്കുള്ള യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഐലൻഡ്സിലേക്ക് വേണ്ടി മാത്രമുള്ള വഴിയാണ്. ഓരോ വണ്ടിക്ക് കഷ്ടി പോകാനുള്ള വഴിയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ പാസിങ് പ്ലേസ് എന്ന് എഴുതുന്നുണ്ട്. അവിടെ നമുക്ക് വണ്ടി നിർത്തി കൊടുക്കാം വേറെ വണ്ടി വരണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ഇവിടെയുള്ളവരൊക്കെ വളരെ കോപ്പറേറ്റീവാണ്. അവർ നമ്മളെ കാണുമ്പോൾ തന്നെ ദൂരെ നിർത്തി തരും. നമ്മൾ എന്നിട്ട് കയറി പോയാൽ മതി. ആ കാണുന്ന കുന്നിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ യാത്ര. സ്കോട്ട്ലൻഡിൻ്റെ തന്നെ ഏറ്റവും തെക്കേ അറ്റമായ മൾ ഓഫ് ഗാൾവേ എന്ന് പറയപ്പെടുന്ന ഒരു ലൈറ്റ് ഹൗസ് ഉള്ള ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ യാത്ര. ഇതിനപ്പുറം കടലാണ്. You are standing on Scotland's most southerly point. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഐൽ ഓഫ് മാനും പിന്നെ നോർത്തേൺ അയർലൻഡ് കാണാൻ സാധിക്കും. ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഒരു ലൈറ്റ് ഹൗസ് ആണ്. ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് ഇവിടുത്തെ കപ്പലുകൾക്ക് വഴികാട്ടിക്കൊണ്ടിരുന്ന ഒരു ലൈറ്റ് ഹൗസ് ആണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ക്ലിഫ്. ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു 10-20 നില പൊക്കമുണ്ട്. താഴേക്ക് കടലാണ്.
പോർട്ടിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഒരുപാട് കപ്പലുകൾ ഇല്ലീഗലായിട്ടുള്ള വസ്തുക്കളായിട്ട് ഇവിടെ വന്ന് ചരക്ക് നീക്കം നടത്താറുണ്ടായിരുന്നു. പണ്ട് കാലത്ത് സ്മഗ്ലിംഗ് നടത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു പോർട്ടായിരുന്നു അത്. അവിടെ നിന്ന്, അതായത് ഐൽ ഓഫ് മാൻ എന്ന് പറയുന്ന ഐലൻഡിൽ നിന്ന് ടീ, ടൊബാക്കോ, സ്പിരിറ്റൊക്കെ കടത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു പോർട്ടായിരുന്നു ഈ പറയുന്ന മുൾ ഓഫ് ഗാൾവേയിലെ പോർട്ട്. എല്ലാരും എന്നോ തെന്നി വീഴരുത് കിട്ടത്. ഇതിവിടെ ഭയങ്കര സ്റ്റീപ്പാ. നല്ല ഷൂ ആണെങ്കിൽ വന്നാൽ മതി. ആ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമാണ്. ഞാൻ വന്നോ പോയി എന്നാ സ്റ്റീപ്പായിട്ടാ. ചെരുപ്പിന് വില അല്ലെങ്കിൽ പോരണ്ട. എൻ്റെ അമ്മേ, ക്ലിപ്പ് ഇതാണ് ക്ലിപ്പ്. ഞാൻ മുകളിൽ നിന്ന് കണ്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ മുൾ ഓഫ് ഗാൾവേ കണ്ടു കഴിഞ്ഞ്, അതായത് ലൈറ്റ് ഹൗസ് വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് ഇനി ഗ്ലാസ്ഗോയിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. അപ്പോൾ ഗ്ലാസ്ഗോ ഇവിടെ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ യാത്ര കൊണ്ട്. ഇനി ഇപ്പോൾ ഏകദേശം സമയം 2 മണിയായി. ഇപ്പോൾ 2 മണിയായപ്പോൾ ഞങ്ങൾക്ക് ഇനി എവിടെന്നെങ്കിലും ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹൈവേ, അതിന് ഇവിടെ പറയുന്നത് മോട്ടോർ വേ എന്നാണ്. അപ്പോൾ മോട്ടോർ വേയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പല പല സ്ഥലങ്ങളിൽ ചെറിയ സ്റ്റോപ്പുകൾ ഉണ്ടാകും. അതായത് റെസ്റ്റ് റൂംസ്, അതുപോലെ തന്നെ കഫേസ്, ഷോപ്പിംഗ് സെൻറ്റേഴ്സ്, അതായത് നമ്മുടെ സൂപ്പർ മാർക്കറ്റൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് എവിടെയെങ്കിലും നിർത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഐൽ ഓഫ് മാൻ എന്ന് പറയുന്ന ഒരു വില്ലേജ്, അല്ലെങ്കിൽ ഒരു ഐലൻഡ് തന്നെ ഉണ്ട്. അപ്പോൾ ആ ഐലൻഡിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്നുള്ള ഈ ഷിപ്പ് സർവീസ്, അതായത് നമ്മുടെ നാട്ടിലെ ജങ്കാറൊക്കെ പോലെ ഇരിക്കുന്ന വണ്ടി ഉൾപ്പെടെ കയറ്റിക്കൊണ്ടു പോകാൻ പറ്റുന്ന ഷിപ്പ് അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് ചരക്ക് നീക്കം നടത്താനും പറ്റുന്ന തരത്തിലുള്ള ഷിപ്പുകൾ ഇവിടുന്ന് തുടങ്ങും. അപ്പോൾ നമ്മൾക്ക് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഈ കപ്പലിൽ കയറി വേണം നമ്മൾ ഐൽ ഓഫ് മാൻ എന്ന് പറയുന്ന ആ ഒരു ഐലൻഡ് കാണാൻ വേണ്ടി പോകാൻ. അങ്ങനെ ഗ്ലാസ്ഗോ ലക്ഷ്യമാക്കിയുള്ള യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ്ഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കോട്ട്ലൻഡിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്ന ഈ പോർട്ട് വില്യംസിൽ നിന്ന് ഏകദേശം കടലിനോട് ചേർന്ന് തന്നെ ചെല്ലുമ്പോഴാണ് നമ്മൾ ഗ്ലാസ്ഗോയിലേക്ക് എത്തുന്നത്. അപ്പോൾ കുറേ ദൂരം നമ്മൾ ഈ കടലിനോട് ചേർന്ന് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ യാത്ര ഞങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം ഉച്ചയോടെ അടുത്തു. ചെറുതായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പും തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡ് പോകുന്നൊരു പ്രതീതിയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. വീടാണെങ്കിലും ഇവിടുത്തെ റോഡാണെങ്കിലും അതിമനോഹരമാണ്. ഈ ഫോർട്ട് വില്യംസിൽ നിന്ന് ഗ്ലാസ്ഗോയിലേക്കുള്ള യാത്ര. ഡ്രൈവർക്ക് വിശന്നിട്ടും പിന്നെ ക്ഷീണം വന്നതുകൊണ്ടും ഞങ്ങൾ ഇടയ്ക്കൊരു ബ്യൂട്ടിഫുൾ സ്പോട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ഇതാണ് ആ സ്പോട്ട്. അങ്ങനെ ദൂരെ കാണുന്നത് എന്തായിരുന്നു? ഐൽ ഓഫ് ക്രയാഗ്, അങ്ങനെ എന്തോ ആരൻ ക്രയാഗ് എന്ന് പറഞ്ഞ 2 ഐലൻഡുകളാണ് ആ കാണുന്നത്. അവിടെ ഒരു പാറയാണ്, പക്ഷെ അതിൻ്റെ താഴെ ലൈറ്റ് ഹൗസും ചെറിയൊരു
ഒരു ഓഫീസ് പോലത്തെ സംഭവമുണ്ട്. ഇത് ആൾ താമസമുള്ള വേറൊരു ഐലൻഡാണ്. ഇപ്പോൾ ഞങ്ങൾ ഗ്ലാസ്ഗോവിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു ടൗൺ ഉണ്ടായിരുന്നു, ഗിർവിൻ എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റും പെട്രോൾ പമ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പെട്രോൾ അടിച്ചു. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചെറുതായിട്ടുള്ളൊരു ലഞ്ച് മേടിച്ചു, റെഡി ടു ഗോ ലഞ്ച് മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗ്ലാസ്ഗോയിലേക്ക്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം 6 മണിയാകുമ്പോഴേ ഗ്ലാസ്ഗോ ടൗണിലെത്തുള്ളൂ.